ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. ഞങ്ങളുടെ അക്കൗണ്ട ബീച്ച് പാർട്ട് 2 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മുൻപ് ഇട്ടിരുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു പുതിയ അറിവായിരുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. വീഡിയോ എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞു അക്കൗണ്ട ബീച്ചിനെ പറ്റി അധികം അറിയത്തില്ലായിരുന്നു, അത് കണ്ടതിന് ശേഷം ഇപ്പം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക, ഒരു സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ വീഡിയോ ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ കണ്ടോ, ഈ ബീച്ച് നല്ല ഭംഗിയുണ്ടല്ലോ, ഇതേപോലെ റോക്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അവിടെ അറ്റത്തൊരു റോക്ക് കണ്ടിട്ടുണ്ട്, അവിടെ പോയിരിക്കണം എന്നാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു റോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വീഡിയോസൊക്കെ അങ്ങോട്ട് എടുക്കത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നേക്കാണ് ഇവിടെ. ഇവിടെ ഇതേപോലെ കുറേ പേരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ബീച്ചിൽ. അല്ലാണ്ട് ഇറങ്ങുന്നതിനേക്കാൾ ഇതായിട്ട് ഇവിടെ അടുത്ത് തന്നെ കുറേ പേര് ഇരിപ്പുണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞത് ഇത് അധികം ക്രൗഡുള്ള ബീച്ചല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര അധികം എന്ന് പറയുമ്പോൾ ഒരു 10-15 പേരൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ. അവരൊക്കെ ആ റോക്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, സന്ധ്യാസമയമല്ലേ, അപ്പം നമ്മളുടെ ആ സൺസെറ്റൊക്കെ കാണാനായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. നിങ്ങൾക്ക് ഇങ്ങനെ സൺസെറ്റ് ഒക്കെ കാണാനായിട്ട് ബീച്ചിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു ശീലം ഉണ്ടോ? ഇങ്ങനെ കടൽ തീരത്തൊക്കെ പോയിരുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളുടെ ഈ ബിസി ലൈഫിൽ നമുക്ക് എവിടെ നിന്ന് സമയം കിട്ടുന്നു? ഇപ്പം ഞങ്ങൾ തന്നെ ഗോവയിലാണെങ്കിൽ ഞങ്ങൾ 2 ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കും അങ്ങനെ അങ്ങനെ പോകാനൊന്നും സമയം കിട്ടാറില്ല. ഇപ്പോൾ പിന്നെ ഈ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എല്ലാ സാറ്റർഡേയും സൺഡേയെങ്കിലും പുറത്ത് പോയിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. വർക്കൊക്കെ കഴിഞ്ഞ് സൺഡേ മാത്രം അങ്ങനെയൊക്കെയായിരുന്നു പോവാറ്. അത് എല്ലാ സൺഡേ ഒന്നും പോകില്ല, ഇടയ്ക്കൊക്കെ മാത്രം. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബും കൂടി തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ പോയല്ലേ പറ്റൂ, എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കണ്ടേ. പിന്നെ സൗത്ത് ഗോവ എന്ന് പറയുന്നത് വളരെ ചെറുതും അധികം പ്ലേസ് ഒന്നും ഇല്ല കാണാനായിട്ട്, അതുകൊണ്ട് തന്നെ കുറവാണ്. നമുക്ക് നോർത്തിലേക്ക് പോകേണ്ടി വരും. നോർത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ അത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കാകെ ഒരു എന്താ പറയുക, ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. രാവിലെ തന്നെ ഇറങ്ങാൻ വേണം. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച ടൈം ആകുമ്പോഴേക്കൊക്കെ ആയിരിക്കും നമ്മൾ എത്തുന്നത് അവിടെ. അപ്പോഴേക്കും നമുക്കൊരു എന്താ പറയുക, ഒരു ടയേർഡായിട്ടുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ പെട്ടെന്നൊക്കെ ഒന്ന് വീട്ടിലോട്ട് എത്തിയാൽ മതി എന്നായിരിക്കും. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊന്നും അധികം പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങളത് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത് കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും. പിന്നെ റിസോർട്ടൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ തന്നെ. അപ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇവിടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോയി പിന്നെ റിസോർട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട്, ഗോവയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നത്തെയും പോലെ ഞങ്ങളുടെ അക്കൗണ്ട ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫിഷ് താലി ഒന്നും കിട്ടില്ല. ലഞ്ച് ടൈമിൽ മാത്രമേ ഫിഷ് താലിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത്, ഞങ്ങൾ ചിക്കൻ തന്തൂരിയാണ് ഓർഡർ ചെയ്തത്. തന്തൂരിയും പിന്നെ ബട്ടർ നാനുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് റൈനോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മുന്നേ അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ. പിന്നെ ഞാനൊരു പൈനാപ്പിൾ മോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോക്കനട്ട് പൈനാപ്പിൾ മോക്ടെയിൽ പേര് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നല്ലതായിരിക്കും, കോക്കനട്ട് ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കില്ലേ, അതിനേക്കാളും കഷ്ടമായിരുന്നു കേട്ടോ ആ മോക്ടെയിൽ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറേ വെറൈറ്റി മോക്ടെയിൽസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ ഇതെന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തന്തൂരി തന്നു. ആകെയായിട്ട് ഒരേ ഒരു ഫോർക്കാണ് തന്നത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നൈഫ് ചോദിച്ചു. കാരണം ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 2 ഫോർക്ക്, എനിക്ക് 2 ഫോർക്ക് വെച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അതുകൊണ്ട് നൈഫ് വാങ്ങി കഴിക്കാൻ. നൈഫ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കഴിക്കാൻ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ചിക്കനൊക്കെ നല്ലതായിരുന്നു. നിങ്ങളിവിടെ ഗോവയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടോ പോയിട്ട് അങ്ങനെ? ഇതാൻറ്റോ ക്രിസ്റ്റഫർ, പുള്ളിക്കാരൻ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ച് ഇഷ്ടപ്പെട്ടു, വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രൊമോഷൻ